രക്ഷപ്പെട്ടടാ രക്ഷപ്പെട്ടു. ഇത് തന്നെ മുഖം. ഹിഹി. എന്റെ കാട്ടുമുത്തപ്പ ആരാ മനസ്സിലായില്ലേ? കഴുതപ്പുലികൾ അടുത്ത കാട്ടിന്നാ. ഹിഹിഹി. കഴുതപ്പുലികളാണെന്ന് മനസ്സിലായി. എന്താ ഇവിടെ കാര്യമെന്നാ മനസ്സിലാകാത്തത്? അപ്പുപ്പൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖമാ അങ്ങയുടേത്. ഹിഹി. എല്ലാം കപ്പുമുത്തപ്പന്റെ അനുഗ്രഹം. ഹിഹി. കാട്ടുമുത്തപ്പൻ എന്നാണ് ഉദ്ദേശിച്ചത്. കഴുതപ്പുലി മുത്തപ്പൻ എന്നതിന്റെ ചുരുക്കമാ കപ്പുമുത്തപ്പൻ. ഹിഹി. ആരാ ഈ കാട്ടുമുത്തപ്പൻ? ഞങ്ങളൊക്കെ എന്ത് സങ്കടം വന്നാലും കപ്പുമുത്തപ്പനെ വിളിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഹിഹി. ഇന്നലെ ഈ അപ്പുപ്പൻ കപ്പുമുത്തപ്പനെ സ്വപ്നം കണ്ടു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത്? കല്ലുകൊണ്ടുള്ള ദേഹവും കുറുക്കന്റെ തലയുമാണ് കപ്പുമുത്തപ്പന്. ഹിഹി. സൂത്രനും കുറുക്കന്റെ തലയാ. ഞാൻ സ്വപ്നത്തിൽ കണ്ട കപ്പുമുത്തപ്പന്റെ മുഖത്തിന് ഇതേ ചായയാ. ഹിഹി. അതെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാ. കൂടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹിഹി. അവരിങ്ങനെ ബഹുമാനിച്ച് വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കുന്നത് മോശമാ. ഞാൻ പോയിട്ട് വരാം. വല്ലതും തടഞ്ഞാൽ തനിക്കും കൊണ്ടുവരാം. ഹിഹി. നിങ്ങളുടെ ഏതെങ്കിലും മുത്തപ്പനെ കടുവാത്തല കാണുമോ? കുറച്ചു കാലത്തേക്ക് എന്റെ തീറ്റക്കാരും ഈ മണ്ടന്മാരെ നോക്കിക്കോളും. ഹിഹി. പിള്ളേരെന്താ ഒന്നും മിണ്ടാത്തത്? പ്രാർത്ഥിച്ചോണ്ട് നടക്കടാ. ഹിഹി. ദൈവമേ, മുത്തപ്പ കേൾക്കുമാറാകണം. കഴുതപ്പുലികൾക്ക് ബുദ്ധി ഉണ്ടാകണം. ഹിഹി. കാട്ടിലെ കപ്പുമുത്തപ്പ, കഴുതപ്പുലി രക്ഷകനാകുന്നതിൽ ബാക്കി എല്ലാരും ഞങ്ങൾക്കായി കാത്തു വെക്കണേ. നമ്മൾ എത്തി. ഇതാണ് കല്ല്. എനിക്ക് ഇരിക്കാനായിരിക്കും. ഹേയ്, അല്ലല്ല, കപ്പുമുത്തപ്പന്റെ ദേഹം ഉണ്ടാക്കിയതാ. ഇനി അങ്ങയുടെ തലകൂടി കിട്ടിയാൽ മുത്തപ്പന്റെ പ്രതിമ മുഴുവനാക്കാമായിരുന്നു. ഹിഹി. കാട്ടുമുത്തപ്പ.